രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധമായിരുന്നു ഉൾപ്പെടെയുള്ള വിവിധ സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ പാലക്കാട് നടത്തിയിരുന്നത്. ആരോപണം വന്ന വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ വ്യത്യസ്തമായ ഒരു പ്രതിഷേധമാണ് ഡിവൈഎഫ്ഐ പാലക്കാട് ജില്ലാ കമ്മിറ്റി നടത്തുന്നത്. അതായത് വീടുകൾ കയറി ഇറങ്ങിക്കൊണ്ട് രാഹുലിനെതിരെ പ്രതിഷേധിക്കുകയാണ്. രാഹുലിനെ ഇനി തുടരണോ എന്നുള്ള കാര്യം അവർ ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ വീട്ടുകാർക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ബോധവൽക്കരണം നൽകുന്നു. അത്തരത്തിലുള്ള ഒരു പ്രതിഷേധ പരിപാടിക്കാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ പാലക്കാട് നേതൃത്വം നൽകുന്നത്. ഇപ്പോൾ ഈ പാലക്കാട് നഗരസഭാ പരിധിയിലെ പറക്കുന്ന ഭാഗത്താണ് ഇപ്പോൾ പ്രവർത്തകർ വീടുകൾ കയറി ഇറങ്ങുന്നത്. ഇപ്പോൾ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി തന്നെ വ്യാസ് മീഡിയ ഉണ്ടപ്പം ചേരുകയാണ്. ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം വീടുകളിലേക്ക് കയറി ചെയ്തുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് എത്തുന്നത്? പാലക്കാട്ടെ വോട്ടർമാർ എന്ത് ചിന്തിക്കുന്നു എന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തെ കൂടെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം ഞങ്ങൾക്കുണ്ട്. അവർക്കത് ബോധ്യപ്പെടാനിട്ടല്ല. അതായത് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അദ്ദേഹത്തെ നീക്കിയതിലൂടെ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ നിന്ന് മാറ്റിയതിലൂടെ ഇത് ഒരു അടഞ്ഞ അധ്യായമാണ്. ഇനി ഈ വിഷയം ചർച്ച ചെയ്യേണ്ടതില്ല എന്നാണ് വി.ഡി. സതീശനും ഷാഫി പറമ്പിലും ഒക്കെ പറഞ്ഞത്. പക്ഷെ നോക്കൂ, ഞങ്ങൾ ഈ പ്രതികൂല കാലാവസ്ഥയിലും കയറിയ വീടുകളിൽ കഴിഞ്ഞ മാസങ്ങൾക്ക് മുൻപ് നടന്ന തെരഞ്ഞെടുപ്പിൽ രാഹുലിന് അനുകൂലമായി വോട്ട് ചെയ്തവർ, അങ്ങനെ ചില അമ്മമാര്, കുട്ടികള്, പ്രായം ചെന്ന ആളുകൾ, ഞങ്ങൾ ആ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവരുടെ മനസ്സും ആകെ മടുത്തു. പാലക്കാട്ടെ വോട്ടറുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇയാൾ തുടരുന്നത്. ഏത് പാലക്കാട്ടെ നമുക്കറിയാലോ, നിഷ്കളങ്കരായ വളരെ പാവപ്പെട്ട മനുഷ്യരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇയാൾ MLA ആയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നൊരു പേവേർട്ട്, ഒരു ക്രിമിനൽ ഒഫൻഡർ, ഹാബിച്വൽ ഒഫൻഡർ തുടരുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് MLA ആയിട്ട് ഒരു നിമിഷം പോലും തുടരാനുള്ള ധാർമ്മികമായ അവകാശമല്ല. ഇന്നലെ ഇപ്പൊ ഇതുവരെ കേസ് ഉണ്ടോ, പരാതി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഇന്നലെ ക്രൈംബ്രാഞ്ച് പരാതി അദ്ദേഹത്തിനെതിരെ രജിസ്റ്റർ ചെയ്തു. ഈ സാഹചര്യം മനസ്സിലാക്കി ഈ പറയുന്ന വി.ഡി. സതീശനും ഷാഫി പറമ്പിലും ഉൾപ്പെടെ അദ്ദേഹത്തെ സംരക്ഷിക്കുന്നവരുമാണ്. ഇതാണ് ഗ്രൗണ്ട്. നിങ്ങൾ വരൂ, പാലക്കാട്ടെ വോട്ടർമാരെ കാണൂ, അവരുടെ പ്രതികരണങ്ങൾ അറിയൂ. എന്നിട്ടും ഇനി തുടരണമെന്ന നിലപാടുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾ ശക്തമായ പ്രതിഷേധങ്ങളുടെ തുടർച്ചയിൽ ഒരു പ്രതിഷേധമാണ് ജില്ലയിലെ അല്ലെങ്കിൽ മണ്ഡലത്തിലെ മുഴുവൻ വോട്ടർമാരെയും കാണും. പ്രതിഷേധങ്ങൾ ആരായും തുടർന്ന് മണ്ഡലത്തിലെ മുഴുവൻ വീടുകളും കയറാനാണ് തീരുമാനം. തീർച്ചയായിട്ടും ഈ ഇതുപോലെയുള്ള പ്ലക്കാർഡുകളൊക്കെ ആയിട്ടാണ് വീടുകളിലേക്ക് പ്രവർത്തകർ വരുന്നത്. ബോധവൽക്കരണം നൽകുക അല്ലെങ്കിൽ ഈ പ്രതിഷേധം മറ്റൊരു രീതിയിലേക്ക് നടക്കുക. മണ്ഡലത്തിലെ മുഴുവൻ വീടുകൾ കയറുക എന്നുള്ളതാണ്. മണ്ഡലത്തിലെ എല്ലാ വീടുകളും കയറുക എന്നുള്ളതാണ്. എല്ലാ വീടുകളിലും കയറി വീട്ടുകാരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. വളരെ പോസിറ്റീവായിട്ടാണ് ജനങ്ങൾ അതിനെ കാണുന്നത്. പാലക്കാടൻ ജനത ഇത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ വെഴുപ്പിനെ ചുമക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഓരോ വീടുകളും കയറുന്ന സമയത്ത് വലിയ രോഷപ്രകടനമാണ് അവർക്കുണ്ടാവുന്നത്. ഇല്ലാത്തൊരു തെരഞ്ഞെടുപ്പിനെ ഈ പാലക്കാടൻ ജനതയുടെ മേൽ കെട്ടിയേൽപ്പിക്കുകയും ഇതുപോലൊരു രാഷ്ട്രീയ വെഴുപ്പിനെ ചുവക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറി എന്നുള്ളതാണ്. അതിന്റെ രാഷ്ട്രീയ രോഷം ജനങ്ങളുടെ മേൽ ഉണ്ട്. ഈ ഓരോ വീടുകൾക്കകത്തും കയറുമ്പോൾ നമുക്ക് അതാണ് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി കഴിയുന്നത്. ഇവിടെ ഡിവൈഎഫ്ഐ അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട്, ഒരു പൊതുപരിപാടിയിലും രാഹുൽ ഇവിടെ പങ്കെടുപ്പിക്കില്ല. ഇവിടെ ഇതുപോലൊരു രാഷ്ട്രീയ വിഴുപ്പിനെ ചുവക്കേണ്ടതിന്റെ ആവശ്യം ഞങ്ങൾക്കില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒരു പൊതുപരിപാടിയിലും പങ്കെടുപ്പിക്കാൻ ഡിവൈഎഫ്ഐ അനുവദിക്കില്ല. വരും ദിവസങ്ങളിൽ അതിശക്തമായ പ്രക്ഷോഭമായിരിക്കും ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ അരങ്ങേറാം. MLA സ്ഥാനം രാജിവെക്കുക എന്ന് പറഞ്ഞാൽ യൂത്ത് കോൺഗ്രസിനും വേണ്ടാത്ത ഒരാളെ പാലക്കാടൻ ജനത ചുവക്കേണ്ടതിന്റെ ആവശ്യമെന്ത് എന്നുള്ള വലിയ ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കോൺഗ്രസിന് ഒരിക്കലും ഒഴിഞ്ഞുമാറാൻ വേണ്ടി കഴിയില്ല. ഇപ്പൊ രാഹുൽ MLA സ്ഥാനം രാജിവെക്കുക എന്നുള്ളത് മാത്രമാണ് മുന്നിലുള്ള ഏക പോംവഴി. അദ്ദേഹത്തെ രാജിവെപ്പിക്കും വരെ ഡിവൈഎഫ്ഐ പ്രക്ഷോഭ രംഗത്തുണ്ടാവും. തീർച്ചയായിട്ടും അതുപോലെ ഇത്തരത്തിൽ വ്യത്യസ്തമായ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഡിവൈഎഫ്ഐയുടെ തീരുമാനം. രാജിവെക്കുന്നതുവരെ സമരങ്ങൾ തുടരും എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഗൃഹസന്ദർശന പരിപാടികൾക്കൊപ്പം തന്നെ മണ്ഡലത്തിലെ മുഴുവൻ വീടുകളിലും കയറിയിറങ്ങിക്കൊണ്ട് ഇത്തരത്തിൽ ഗൃഹസന്ദർശന പരിപാടി നടത്തും, വ്യത്യസ്തമായ സമരങ്ങൾ നടത്തും. ഈ പ്രതിഷേധങ്ങൾ തുടരും എന്ന് തന്നെയാണ് ഡിവൈഎഫ്ഐ പറഞ്ഞത്. അനുരൂപിച്ചിക്കോടിനൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1 പാലക്കാട്.